എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിന് ഹിന്ദിയിൽ രണ്ട് രീതിയിൽ എഴുതാൻ കഴിയും. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് ഹിന്ദിയിൽ രണ്ട് രീതിയിൽ എഴുതാൻ കഴിയും. ഒന്നാമതാണ് ചുക്കാഹെ ചുക്കീഹെ ചുക്കേഹെ. എന്താണ് ചുക്കാഹെ ചുക്കീഹെ ചുക്കേഹെ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഇപ്പം ഞാൻ പറയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, മേ വഹാ ജാ ചുക്കാഹും. അല്ലെങ്കിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്, വോ യഹാ ആ ചുക്കാഹെ. അല്ലേ? അപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചുക്കാഹെ ചുക്കീഹെ ചുക്കേഹെ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ? നമ്മൾ ഈ ക്രിയ അല്ലെ, ക്രിയയുടെ ജാന എന്ന് പറയുന്ന ക്രിയയുടെ ന ഒഴിവാക്കിയിട്ട് അല്ലെ, ന ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യും? നമ്മൾ ചുക്കാഹെ ചുക്കിഹെ ചുക്കേഹെ ചേർക്കാറുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി അല്ലേ? എന്താണ്? എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ രീതിയാണത്, ചുക്കാഹെ ചുക്കിഹെ ചുക്കേ. ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറയാണ് നിങ്ങളോട്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ക്രിയയാണ്. ഓക്കെ, ക്രിയയുടെ പ്രസന്റ് ഫോം ആണ്, വെർബിന്റെ പ്രസന്റ് ഫോം. ജാന എന്ന് പറഞ്ഞാൽ പോവുക. ഇതെന്താണ്? ഇതാണ് നമ്മുടെ ക്രിയയുടെ പാസ്റ്റ് ഫോം. എന്താണ് പാസ്റ്റ് ഫോം? കഴിഞ്ഞത്. ജാന എന്ന് പറഞ്ഞാൽ പോവുക, ഗയ എന്ന് പറഞ്ഞാലോ പോയി എന്നാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയണം ഞാൻ പോയി. സിമ്പിളായിട്ട് പറയണം ഞാൻ പോയി എന്ന് പറയണം. എങ്ങനെ പറയാം? മേ ഗയ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചാൽ മതി. ക്രിയയുടെ പാസ്റ്റ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയി, ചെയ്തു, കഴിച്ചു എന്നൊക്കെ ആയി അല്ലേ? ഞാൻ പോയി, മേ ഗയ. ഞാൻ വന്നു, മേ ആയ. ഞാൻ ഉറങ്ങി, മേ സോ ഗയ അല്ലേ? പക്ഷേ നമുക്ക് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട് പറയണമെങ്കിൽ അവിടെ രണ്ട് രീതികളാണുള്ളത്. ഒന്നാണ് ചുക്കാഹ ചുക്കിഹെ, രണ്ടാമത്താണ് എന്ത്? ക്രിയയുടെ പാസ്റ്റ് ഫോം, ക്രിയയുടെ സെക്കൻഡ് ഫോമിന്റെ കൂടെ ഹേ ചേർക്കുക. അപ്പൊ ഗയ എന്ന് പറഞ്ഞാൽ പോയി, ഗയാ ഹേ പോയിട്ടുണ്ട്. ആയ വന്നു, ആയാ ഹേ വന്നിട്ടുണ്ട്. സോ ഗയ ഉറങ്ങി, സോ ഗയാ ഹേ ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെ കിയ, കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, അതിൻ്റെ പാസ്റ്റ് ആണ് കിയ. കിയ എന്ന് പറഞ്ഞാൽ ചെയ്തു, കിയാ ഹേ, ഹേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖാന കഴിക്കുക, കായ കഴിച്ചു, കായ ഹേ. ഹേ ചേർത്ത് കഴിഞ്ഞാൽ ക്രിയയുടെ പാസ്റ്റ് ഫോം, വെർബിന്റെ പാസ്റ്റ് ഫോമിൽ ഹേ ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി? അത് ചെയ്തിട്ടുണ്ട് എന്നായി, ചെയ്തിട്ടുണ്ട് എന്നായി. ഓക്കെ, ഇവിടെ യാ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വെർബ് സെക്കൻഡ് ഫോം ആണ് അല്ലേ? ഇവിടെ യാ വന്നു, യാ വന്നു. വെർബ് സെക്കൻഡ് ഫോമിനെയാണ് ഇവിടെ യാ എന്ന് ഉദ്ദേശിച്ചത്. അപ്പം പറഞ്ഞു വരുന്നത് വെർബ് സെക്കൻഡ് ഫോമിന്റെ കൂടെ ഹേ ചേർക്കുക. വെർബ് സെക്കൻഡ് ഫോമിന്റെ ഹേ മാത്രം, ഹേ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ചെയ്തിട്ടുണ്ട് എന്നായി. നമുക്ക് ഓരോന്നോരോന്ന് എക്സാമ്പിൾ നോക്കാം. ഉദാഹരണം, നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ കഴിയും. ഒന്നാണ് ചുക്കാഹെ. അപ്പോൾ ആദ്യം നമുക്ക് ചുക്കാഹെ ഉപയോഗിക്കാം. എന്താണ്? ആദ്യം ഞാൻ എന്താ പറയാ? മേ. അവിടെ വഹ. അതുപോലെ പോയിട്ടുണ്ട്, എന്താണ്? പോയിട്ടുണ്ട്, ചുക്കാഹെ. ജാ ചുക്കാഹും, ഇവിടെ മേ ആണ്, അതുകൊണ്ട് ഹും പറഞ്ഞു. മേ വഹ ജാ ചുക്കാഹും. മേ വഹ ജാ ചുക്കാ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നാണ് അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ രീതിയാണ് എന്ത്? മേ വഹ ഗയ ഉപയോഗിച്ചു, ഗയ പോയി എന്നുള്ള പോയിന്റെ കൂടെ ഹേ, മേ ഗയാ ഹും, മേ ഗയാ ഹും. ഓക്കെ, ഇവിടെ മേ വന്നു, അതുകൊണ്ട് ഹും ചേർത്തു. ഓക്കെ, ഇപ്പൊ മേ എന്ന് പറഞ്ഞതിന് ഞാൻ എന്ന് പറയുന്ന വേർഡിന് മേ എന്ന് പറയാറുണ്ട്, മേൻ എന്ന് പറയാറുണ്ട്. ഈ കാണുന്ന മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഒരു ക്രിയയുടെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് വെർബ് സെക്കൻഡില്ലേ ഇതിന്റെ കൂടെ എപ്പോഴും നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? ഞാൻ എന്ന് പറഞ്ഞതിന് മേ എന്ന് ഉപയോഗിക്കരുത്, മേൻ എന്ന് ഉപയോഗിക്കണം. അതുപോലെ ആപ്പ് എന്ന് ഉപയോഗിക്കരുത്, ആപ്പിനെന്ന് ഉപയോഗിക്കുക. വോ എന്ന് ഉപയോഗിക്കാതെ ഉസ്നെ എന്ന് ഉപയോഗിക്കുക. എന്താ കാരണം അറിയോ? അതിന്റെ കാരണം ഇതൊക്കെ എന്താണ്? ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ക്രിയകളൊക്കെ ഒബ്ജക്റ്റ് കൂടെ വരേണ്ട ക്രിയകളാണ്. ചെയ്തു, എന്ത് ചെയ്തു എന്ന് പറയണം. പക്ഷെ ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്, എന്ത് പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഒബ്ജക്റ്റ് വരാത്ത ക്രിയയാണ്. അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള നമ്മളെ മേ എന്ന് വെച്ചാൽ മതി. പക്ഷെ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ക്രിയകൾ എന്താണോ? ഇതാണ് ഒബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ക്രിയകൾ. അപ്പോൾ ഒബ്ജക്റ്റ് വരേണ്ട ക്രിയകളുടെ കൂടെ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത് ഉപയോഗിക്കുമ്പോൾ ഏതാണ്? നമ്മുടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കാം. ഇത് രണ്ടും
അല്ലെ, മേ വഹ ജാ ചുക്കാഹും ഒന്നാമത്തെ രീതി. ഇതിന്റെ രണ്ടാമത്തെ രീതിയാണ് മേ വഹ ഗയാഹും. അപ്പൊ സാറേ എന്താണ് വ്യത്യാസം? വ്യത്യാസം സിമ്പിളാണ്. ചുക്കാഹെ അതുപോലെ യാഹെ വ്യത്യാസമാണ്. ചുക്കാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറച്ചൊരു ഉറപ്പോട് കൂടി പറയുമ്പോഴാണ്, ഒരു കൺഫർമേഷൻ ഉറപ്പോട് കൂടി പറയുമ്പോഴാണ് നമ്മൾ ചുക്കാഹെ എന്ന് പറയുക. നോർമലായിട്ട് പറയുമ്പോൾ, നോർമലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ യാഹെ എന്ന് വെച്ചാൽ ഗയാഹെ, ആയാഹെ, സോഗയാഹെ, ഓക്കെ, അതുപോലെ കിയാഹെ ഇങ്ങനെ പറയാം. ഉറപ്പോട് കൂടി പറയുമ്പോൾ എന്താ ചുക്കാഹെ എന്ന് പറയണം. ഓക്കെ, മേ വഹാ ജാ ചുക്കാഹും എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ടും പറയാവുന്നതാണ്, രണ്ടും നമുക്ക് മാറ്റി മാറ്റി പറയാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ വന്നിട്ടുണ്ട് ഒന്നാമതാണ് വോ, അവൾ, യഹ ആ ചുക്കി ഹേ. വോ അവളല്ലേ, ഒരു പെണ്ണായതുകൊണ്ട് നമ്മൾ പറഞ്ഞു ചുക്കി ഹേ പറഞ്ഞു. ഓക്കെ, ചുക്കി ഹേ. വോ യഹ ആ ചുക്കി ഹേ. വോ യഹ ആ ചുക്കി ഹേ. ഓക്കെ, നമ്മൾ നോർമൽ ആയിട്ടുള്ള സബ്ജക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഹും, ഹേ, ഹോ എന്നൊക്കെ വരിക. അതല്ല, ഇത് ഉപയോഗിക്കുമ്പോൾ അവിടെ വിഷയം ലാസ്റ്റ് എപ്പോഴും സെന്റൻസിന്റെ ലാസ്റ്റ് എപ്പോഴും ഹേ ആണ് വരിക, ഹേ. ഓക്കെ, പക്ഷേ നോർമൽ ആയിട്ടുള്ള മേ, ആപ്, വോ, ഹം ഓർ വേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് സെന്റൻസിന്റെ ലാസ്റ്റ് ഹേ, ഹും, ഹോ എന്നൊക്കെ മാറ്റങ്ങൾ വരിക. അപ്പൊ ഒന്ന് പറയാം, അവൾ ഇവിടെ വന്നിട്ടുണ്ട്. വോ യഹ ആ ചുക്കി ഹേ. ഇനി ഇതിന്റെ മറ്റൊരു രീതിയാണ് പറയാം, വോ യഹ ആയി ഹേ. കണ്ടോ, ആയ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. ഇതിൻ്റെ കൂടെ ഹേ ചേർക്കണം. ഇവിടെ ഫീമെയിൽ ആയതുകൊണ്ട്, അവൾ ആയതുകൊണ്ട് നമ്മൾ ഈ ചേർത്തു. വോ യഹ ആയി ഹേ. വോ യഹ ആയി ഹേ. ഓക്കെ, വോ യഹ ആയി ഹേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അവൻ അവന്റെ ജോലി ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിൽ പറയാൻ കഴിയും അല്ലേ. അവൻ അവന്റെ ജോലി ചെയ്തിട്ടുണ്ട്. അതല്ല, അവൻ അവന്റെ ജോലി ചെയ്തു എന്നാണെങ്കിലോ സിമ്പിളായിട്ട് പറയാം. എങ്ങനെ? കിയ അല്ലേ, കിയ എന്ന് പറയാൻ മതി, കിയ. പക്ഷെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴോ രണ്ട് രീതികളുണ്ട്. ഒന്നാണ് ചുക്കാഹെ, ചുക്കിയ, ചുക്കിഹെ. രണ്ടാമതാണ് യാഹെ. നോക്കാം. അവൻ അവന്റെ ജോലി ചെയ്തിട്ടുണ്ട്. ആദ്യം അവൻ എന്ന് പറയാ വോ. വോ അവന്റെ അപ്ന, വോ അപ്ന ജോലി കാം, വോ അപ്ന കാം കർ ചുക്കാഹെ. ഒന്നാമത്തെ രീതിയിലെ വോ അപ്ന കാം കർ ചുക്കാഹെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതിയാണ് കിയ എന്ന് പറയുന്ന ക്രിയയുടെ കൂടെ ഹേ ചേർക്കുക. ഇങ്ങനെ ഉസ്നെ അപ്ന കാം കിയാ ഹേ. ഉസ്നെ അപ്ന കാം കിയാ ഹേ. അപ്പൊ സംശയം, അല്ല സാറേ, നമ്മൾ ഇവിടെ ചുക്കാഹ ഉപയോഗിച്ചപ്പോൾ ഇവിടെ നമ്മൾ അവൻ എന്ന് പറയുന്ന വേർഡിന് വോ ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ ഉസ്നെ ഉപയോഗിച്ചു, അവൻക്ക് അല്ലെ, ഉസ്നെ ഉപയോഗിച്ചു. എന്താ കാരണം? അതിൻ്റെ കാരണം ഇതാണ്. എന്ത്? നമ്മൾ ക്രിയയുടെ സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ, ക്രിയയുടെ സെക്കൻഡ് ഫോം ആയ പാസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് എന്താ ചേർക്കേണ്ടത്? മേനെ. ഇതാണ് ചേർക്കേണ്ടത്. നോർമൽ ആയിട്ടുള്ള ആ ഒരു സബ്ജക്ട് ചേർക്കാതെ ഇതാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഉസ്നെ അപ്ന കാം കിയാ ഹേ. ഉസ്നെ അപ്ന കാം കിയാ ഹേ. ഇനി അവൻ അവന്റെ ജോലി ചെയ്തു എന്നാണല്ലോ. സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടെന്നല്ല, ചെയ്തു എന്നാണെങ്കിലോ ഉസ്നെ അപ്ന കാം കിയ. ഉസ്നെ അപ്ന കാം കിയ, ചെയ്തിട്ടുണ്ട്, കിയാ ഹേ. സിമ്പിളാണ്. ഇനി നമുക്ക് നാലാം നോക്കാം. ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. രണ്ട് രീതിയാണ് ചുക്കാഹെ. ഒന്നാമതാണ് മേ, ഞാൻ ഒരു കഥ, ഏ കഹാനി എഴുതിയിട്ടുണ്ട്. ലിഖ് ചുക്കാഹും എന്നാണ്. ലിഖ് ചുക്കാഹും. ഇവിടെ മേ വന്നു, അതുകൊണ്ട് ഹും പറഞ്ഞു. ഓക്കെ, മേ ഏ കഹാനി ലിഖ് ചുക്കാഹും. മേ ഏ കഹാനി ലിഖ് ചുക്കാഹും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. നമ്മുടെ രണ്ടാമത്തെ രീതിയാണ് എന്ത്? എഴുതി അല്ലേ. എഴുതി എന്ന് പറഞ്ഞാൽ ലിഖ എന്നാണ്. ലിഖാന്റെ കൂടെ ഹേ ചേർക്കാം. നോക്കാം. മേനെ, ഇവിടെ മേനെ ഉപയോഗിക്കേണ്ടി വരും. മേനെ ഏ കഹാനി ലിഖാ ഹേ. മേനെ ഏ കഹാനി ലിഖാ ഹേ. ഇവിടെ ഹൂം എന്ന് പറയരുത്. ഓക്കെ, ഇവിടെ ഹൂം എന്ന് പറയരുത്. ഹൂം എന്ന് എപ്പോഴാണ് പറയാ? മേ വരുമ്പോഴാണ് നമ്മൾ ഹൂം എന്ന് പറയാ. അല്ലാതെ മേനെ വേറെന്തെങ്കിലും വരികയാണെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഹേ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മേനെ ഏ കഹാനി ലിഖാ ഹേ. ഇവിടെ മേ എന്ന് പറയരുത്, തെറ്റാണ്. കാരണം നമ്മൾ ക്രിയയുടെ പാസ് ഫോമാണ് ഉപയോഗിച്ചത്. പാസ് ഫോമിന്റെ കൂടെ നമ്മൾ ഇതാണ് ചേർക്കേണ്ടത്. ഓക്കെ, മേനെ ഏ കഹാനി ലിഖാ ഹേ. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അഞ്ചാമത്തെ. അവൻ ഇപ്പോൾ ഒരു പത്രം വായിച്ചിട്ടുണ്ട്. വായിച്ചു എന്നാണെങ്കിൽ സിമ്പിളാണ്. പട അല്ലേ.
ഉണ്ടോ? പട പട. വായിച്ചതാണെങ്കിലോ പട, വായിച്ചിട്ടുണ്ടെന്നെങ്കിലോ പടാഹേ, ഹേ ചേർക്കുക, പടാഹേ. നമ്മുടെ ഒന്നാമത്തെ രീതിയാണ് ചുക്കാഹേ. അവൻ വോ ചേർത്തു. ഇപ്പോൾ അബി, ഒരു ഏക്, പത്രത്തിൽ എന്ന് പറയാം പത്രം അഖ്ബാർ. വോ അബി ഏക് അഖ്ബാർ പഠ് ചുക്കാ ഹേ. ഉണ്ടോ? വോ അബി ഏക് അഖ്ബാർ പഠ് ചുക്കാ ഹേ. ഉണ്ടോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. ഇനിയാണ് രണ്ടാമത്തെ രീതി മേനെ എന്ന് പറയുന്നത്, ഉസ്നെ. ഓക്കെ, അവൻ എന്നല്ലേ. അപ്പോൾ അവൻ ഉസ്നെ, ഇവിടെ വോ ചേർക്കരുത്. എന്താണ്? ഉസ്നെ ചേർക്കണം. കാരണം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, പട. സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പാസ് ഫോം. പാസ് ഉപയോഗിക്കുമ്പോൾ മേനെയാണ് ഉപയോഗിക്കുക. മേനെ, ഉസ്നെ, അതുപോലെ ആപ്പനെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇവിടെ അവൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉസ്നെ ചേർത്തു. ഉസ്നെ അബി ഏക് അഖ്ബാർ പഠാ ഹേ. ഉസ്നെ അബി ഏക് അഖ്ബാർ പഠാ ഹേ. അവൻ ഇപ്പോൾ ഒരു പത്രം വായിച്ചിട്ടുണ്ട്. ഉസ്നെ അബി ഏക് അഖ്ബാർ പഠാ ഹേ. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. അടുത്താണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അതല്ല, ഞങ്ങൾ കളിച്ചു എന്നാണെങ്കിലോ, കളിച്ചു എന്നാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഖേല എന്നാണ്. ഖേല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കളിച്ചിട്ടുണ്ട് എന്നാണല്ലോ, നമുക്ക് രണ്ട് രീതി എഴുതാൻ കഴിയും. ഒന്നാമതാണ് ഞങ്ങൾ എന്താ പറയുക, ഹം. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ എഴുതാണ് ഹം. ക്രിക്കറ്റ് അതുപോലെ എഴുതാം ക്രിക്കറ്റ്. ഓക്കെ, ഹം ക്രിക്കറ്റ് കേൽ ചുക്കേ ഹേ. എന്താണ്? ഞങ്ങൾ ഒരുപാട് കാലോ, അപ്പോൾ ഹേ ചേക് ചുക്കേ ഹേ. കേൽ, ഇതാണ് കേൽ ചുക്കേ ഹേ. കേൽ ചുക്കേ ഹേ. ഓക്കെ, ഉണ്ടോ? ഹം ക്രിക്കറ്റ് കേൽ ചുക്കേ ഹേ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി, ഹം ക്രിക്കറ്റ് കേൽ ചുക്കേ. ഇനി നമ്മുടെ രണ്ടാമത്തെ രീതിയാണ് ഹംനെ. ഇതൊക്കെ വരും ഹംനെ, ഞങ്ങൾ. ഉണ്ടോ? ഞങ്ങൾ എന്ന് പറയാം ഹംനെ. ഹംനെ ക്രിക്കറ്റ്, ഹംനെ ക്രിക്കറ്റ്. ഓക്കെ, ഇനി കേല ഉണ്ടോ? കേല, ഹംനെ ക്രിക്കറ്റ്, ഹംനെ ക്രിക്കറ്റ് കേല ഹേ ചേർക്കുക, കേല ഹേ. കണ്ടോ? അപ്പം എന്തായി? നമുക്ക് രണ്ട് രീതി എഴുതാൻ കഴിയും. ഹം ക്രിക്കറ്റ് കേൽ ചുക്കേ ഹേ ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതിയാണ് ഹംനെ ക്രിക്കറ്റ് കേല ഹേ. ഹംനെ ക്രിക്കറ്റ് കേല ഹേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ രീതി. ഓക്കെ, ഇനി അടുത്തതാണ് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കഴിച്ചു എന്നാണെങ്കിലോ, കഴിച്ചു എന്നാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം കായ എന്ന് പറയാം അല്ലേ. എന്താണ് കായ എന്ന് പറയാം? അങ്ങനെ അവർ അല്ലേ. ഉന്നോനെ, ഉന്നോനെ കാന കായ, ഉന്നോനെ കാന കായ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കഴിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇത് ചേർക്കേണ്ടി വരും. രണ്ട് രീതി ഉണ്ട് പറയാൻ. നോക്കാം. ഒന്നാമത്തെ രീതിയാണ് സിമ്പിളായിട്ടുള്ള രീതിയാണ് ചുക്കാഹ ചുക്കി ചുക്കേ. അവർക്ക് എന്താ പറയാ? വേ. ഞാൻ ഇതാണ് വേ. ഓക്കെ, വേ രീതി. വേ ഭക്ഷണം കാന, എന്താ പറയാ? കാന. വേ കാന കാ ചുക്കേ ഹേ. വേ കാന കാ ചുക്കേ ഹേ. കാ ചുക്കേ ഹേ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി, സിമ്പിളായിട്ടുള്ള രീതി. വേ കാന കാ ചുക്കേ ഹേ. വേ കാന കാ ചുക്കേ ഹേ. ഇനി നമ്മുടെ രണ്ടാമത്തെ രീതിയാണ് എന്ത്? യാ ഹേ. നോക്കാം. രണ്ടാമത്തെ രീതിയാണ് അവർ എന്ന് പറയുന്നത്. എന്താ പറയാ? ഉന്നോനെ. എന്താണ്? ഉന്നോനെ. ഉണ്ടോ? ഉന്നോനെ, ഉന്നോനെ കാന, ഉന്നോനെ കാന. ഓക്കെ, കായ, ഉന്നോനെ കാന കായ. ഉണ്ടോ? കായ. ഉന്നോനെ കാന കായാ ഹേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ രീതി. ഉന്നോനെ കാന കായാ ഹേ. ഉന്നോനെ കാന കായാ ഹേ. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് അവൻ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അവൻ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. കുടിച്ചു എന്നാണെങ്കിലോ സിമ്പിളായിട്ട് പറയാം. എങ്ങനെ സിമ്പിളായിട്ട് പറയാം? അവനെ, അവനല്ലേ. ഉസ്നെ, അവൻ. ഉസ്നെ എ ഗ്ലാസ് ജ്യൂസ് പിയ അല്ലേ. പിയ, എന്താണ്? പിയ. ആണോ? അങ്ങനെ പറയാം. ഉസ്നെ എ ഗ്ലാസ് ജ്യൂസ് പിയ. പക്ഷേ കുടിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിലോ നമുക്ക് ചുക്കാഹെ അതുപോലെ തന്നെ യാഹ ചേർക്കേണ്ടി വരും. ഒന്നാമത് നോക്കാം ചുക്കാഹെ. അവൻ എന്താ പറയാ? അവൻ പറയും വോ. നമ്മൾ എഴുതാം വോ. ഓക്കെ, ഒരു ഏക് ഗ്ലാസ്, वो एक ग्लास जूस, वो एक ग्लास जूस पी चुका है. ग्लास पी चुका है.
ഉണ്ടോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. എന്ത്? വോ എ ഗ്ലാസ് ജ്യൂസ് പീ ചുക്കാ ഹേ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയാണ് എന്ത്? അവൻ പറയാ ഉസ്നെ. എന്താ പറയാ? ഉസ്നെ എ ഗ്ലാസ് പിയ. ഹേ ചേർക്കുക. പിയ എഴുതിയിട്ട് ഹേ ചേർക്കുക. പിയ ഹേ. അപ്പോൾ രണ്ട് രീതിയായി. ഏതൊക്കെയാണ്? ഒന്നാമതാണ് വോ എ ഗ്ലാസ് ജ്യൂസ് പീ ചുക്കാ ഹേ. രണ്ടാമതാണ് ഉസ്നെ എ ഗ്ലാസ് ജ്യൂസ് പിയാ ഹേ. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ രണ്ട് രീതികളാണ്. ഒന്നാമത്താണ് ചുക്കാ ഹേ, രണ്ടാമത്താണ് യാ ഹേ. എന്താണ്? ക്രിയയുടെ പാസ്റ്റ് ഫോമിൻ്റെ കൂടെ ഹേ ചേർത്ത് കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട് എന്നായി. ഇനി നിങ്ങളൊരു 4 or 5 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട.